പക്ഷേ എഴുത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് സംശയങ്ങളില്ല. എൻ്റെ നിലപാടിലൊക്കെ നിർഭയമായിട്ട് ഇപ്പോൾ ലൈംഗികതയുടെ കാര്യങ്ങളാണെങ്കിലും അഭിപ്രായങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും നിർഭയത്വത്തോടുകൂടി ഒന്നിനോടും അറച്ചു നിൽക്കാത്ത ഒരു സമീപനമാണ് എഴുത്തിലേക്കുള്ളത്. രണ്ട് തരത്തിലുണ്ട്. ചിലവർ ഇത് വിവരക്കടകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ചിലവരിങ്ങനെ വികൃതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാഷനാണ്. മലയാളം പറഞ്ഞാൽ മൊട്ടടിക്കുന്ന സ്കൂളാണെങ്കിൽ നിങ്ങളെ പടി ഞാൻ കടക്കുകയില്ല. പോർച്ചുഗീസുകാർ ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ വീണ്ടും മാമോദീസ മുക്കണമെന്ന് അവർക്ക് സംശയമായിരുന്നു. കാരണം കേരളീയമായ പല സംസ്കാരങ്ങളും അവർ സ്വാംശീകരിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ബാങ്ക് ബാലൻസും റിയൽ എസ്റ്റേറ്റും ഒക്കെ കൊടുക്കുന്നേക്കാൾ വലിയ സമ്പത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ മാതൃഭാഷയാണ്. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച് ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന രചനകളിലൂടെ മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ KP രാമനുണ്ണിയുടെ അഭിമുഖത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അങ്ങയുടെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളിൽ മൂന്നാമതല്ല ഒരു വ്യക്തിയായിട്ട് പറഞ്ഞു MT സാറാണ്. അതെ അതെ. MT സാർ കുർക്സ് എന്ന് ഉള്ള അങ്ങയുടെ കഥയെ വളരെ അതിനെ നന്നായിട്ട് പറയുകയുണ്ടായി. വളരെ ഘടനാപരമായിട്ട് വളരെ വ്യത്യസ്തതയുള്ളൊരു കഥയാണതെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങയുടെ എഴുത്തിനെ സ്വാധീനിച്ച, ജീവിതത്തെ സ്വാധീനിച്ച ആ വ്യക്തിത്വം അതിനെ എങ്ങനെയാണെന്ന് ഓർക്കുന്നത്? MT സാറുമായിട്ടുള്ള ബന്ധം? MT ഞാൻ എൻ്റെ നാട്ടുകാരൻ തന്നെ, പൊന്നാനി തട്ടാങ്കാരൻ തന്നെയാണ് MT ഉള്ളത്. അപ്പോൾ MTക്ക് ആദ്യം മുതലേ എൻ്റെ കഥകൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുമ്പോൾ MT അത് ശ്രദ്ധിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഒരു ധൈര്യത്തിലായിരുന്നു ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തെ ഞാൻ MTയെ വിളിച്ചത്. അപ്പോൾ വളരെ പേടിച്ചിട്ടാണ്, ആശങ്കയോട് കൂടിയിട്ടാണ് മൂപ്പര് ക്ഷണിക്കാൻ പോയത്. മൂപ്പര് സമ്മതിച്ചു. അപ്പോൾ മൂപ്പര് എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യതയും ഇഷ്ടാനിഷ്ടങ്ങളും ഉള്ള ആളാണ്. ഞാൻ മൂപ്പരോട് പറഞ്ഞു, അങ്ങ് റിലീസ് ചെയ്യണം, പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ഇത് ഏറ്റുവാങ്ങുന്നത് PM മാത്യു വെല്ലൂരായിരിക്കണം എന്നുണ്ട്. അതെ. അപ്പോൾ മൂപ്പര് പെട്ടെന്ന് എന്നോട് ചോദിച്ചു, മുഖത്തേക്ക് നോക്കി, എന്താ PM മാത്യു വെല്ലൂർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞു, എൻ്റെ ജീവിതം എങ്ങനെയാണ് PM മാത്യു വെല്ലൂർ രക്ഷിച്ചത്. അപ്പോൾ MTയുടെ കണ്ണിലൊരു തിളക്കമുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് MT അവസാന കാലം വരെ എന്നോട് ഒരു സ്നേഹം പുലർത്താൻ ആ കണ്ണിലെ തിളക്കമായിരുന്നു. കാരണം സാധാരണ ഒരു സൈക്കോളജിസ്റ്റ് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എവിടെയും പറയാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. കാരണം പണ്ട് ഭ്രാന്ത് പിടിച്ചിരുന്ന നടന്നിരുന്ന ആളാന്നുള്ളതിൻ്റെ ഒരു ഇതാണല്ലോ അത്. പക്ഷേ ഞാൻ ആ കടപ്പാട് മറക്കാതെ തുറന്നു പറയുകയും ആദ്യത്തെ പുസ്തകം സ്വീകരിക്കാൻ അദ്ദേഹം തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പിറകിലുള്ള ഒരു മൂല്യത്തെ MT തിരിച്ചറിഞ്ഞു. അതുകൊണ്ടായിരിക്കും അതിനുശേഷം കുർക്സ് എന്ന കഥയെപ്പറ്റിയും അദ്ദേഹം നല്ലത് പറയാൻ അതിൻ്റെ ചില സവിശേഷ സ്വഭാവം കൊണ്ടാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രം സാഹിത്യത്തിലേക്ക് എങ്ങനെ സംലയിപ്പിച്ചെടുക്കണം എന്നതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു മാതൃകയാണ് കുർക്സ്. കാരണം ശാസ്ത്ര വിഷയങ്ങൾ ഞാൻ പലപ്പോഴും എൻ്റെ കഥകളിലും കൃതികളിലും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനുശേഷം തന്നെ MT സാഹിത്യത്തിലെ MTക്ക് എൻ്റെ കൃതികളോടൊക്കെ കുറച്ച് സ്നേഹവും താല്പര്യവുമുണ്ട്. പക്ഷേ എന്നെ വ്യക്തിയെ അദ്ദേഹം തുഞ്ചൻ പറമ്പിൽ 21 കൊല്ലം MTക്കൊപ്പം MT ചെയർമാനും ഞാൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്തു. ആ സമയത്തെല്ലാം തന്നെ MT എനിക്ക് വലിയൊരു പാഠപുസ്തകമായിരുന്നു. എങ്ങനെയാണ് ഒരു എഴുത്തുകാരനാവേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കേണ്ടത്, എങ്ങനെയാണ് സഹജീവികൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എൻ്റെ ജീവിതത്തെ നിർണയിച്ച, എൻ്റെ ജീവിതത്തിൽ 21 കൊല്ലം മറ്റേത് ലോകത്തെ മഹത്തരമായ യൂണിവേഴ്സിറ്റികളിലും പഠിച്ചാൽ ലഭിക്കാത്ത ജ്ഞാനമാണ് MT എന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെ നിർണയിച്ച 4 വ്യക്തികളിൽ ഒരാളായിട്ട് MTയെ കണ്ടിട്ടുള്ളത്. വിട്ടുപോയൊരു വ്യക്തി TN മദനൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ബാങ്കിൽ 21 കൊല്ലം ജോലി ചെയ്തു, ട്രേഡ് യൂണിയനിസ്റ്റായിട്ട് ജോലി ചെയ്തു. അപ്പോൾ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാവായിരുന്നു. TN മദനൻ ഇല്ലെങ്കിൽ എനിക്ക് അത്ര കാലം അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം അത്രയ്ക്ക് സ്നേഹത്തിൻ്റെ, ആത്മാർത്ഥതയുടെ, ഒരു കോംറേഡറിയുടെ
സ്വയം കൂടെ ജോലിയെടുക്കുന്നവനോട് പുലർത്തേണ്ട കൂറിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ അപ്പുറം അദ്ദേഹം ആത്മാർത്ഥതയുടെയും കൂറിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മബലത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും എല്ലാം ഒരു മാതൃകയായിട്ട് ടി എൻ മദനൻ എൻ്റെ ഒരു സഹോദര തുല്യനായിട്ട് മൂത്ത സഹോദരൻ്റെ ഒരു സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. എൻ്റെ ബാങ്ക് ജീവിതത്തെ വളരെ സുഗമമാക്കിയതിൽ ടി എൻ മദന് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എനിക്ക് വിസ്മരിക്കാൻ പറ്റുകയില്ല. എൻ്റെ ജീവിതത്തെ നിർണയിച്ച, ഇതുമാതിരി സ്വാധീനിച്ച എത്രയോ ആൾക്കാരും സഹായിച്ച ആൾക്കാരുമുണ്ട്. പക്ഷേ അതിനെ ഒരു പ്രധാനമായൊരു വഴിത്തിരിവിൽ എനിക്ക് താങ്ങായിട്ടെന്നുള്ള ഒരു പാഠശാലയായിട്ട് പ്രവർത്തിച്ചവരുടെ പേര് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ എങ്ങോട്ട് തിരിയണമെന്ന് നിശ്ചയമില്ലാതെ ചില സമയത്ത് ഇങ്ങനെ ഒരു അറച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറും ഒരു ഈ ബ്ലാക്ക് ഔട്ട് എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയുമല്ലോ. നമ്മൾ കുറച്ച് നാളത്തേക്കൊരു എഴുത്തുകാർക്ക് പൊതുവിലുണ്ടാവുന്നു. കുറച്ച് കാലം എഴുതുന്നു, കുറച്ചൊരു ബ്രേക്ക് വരുന്നു. അത് ബ്രെത്ത് വളരെ കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അറച്ചു നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ. എല്ലാവർക്കും നേരിടേണ്ടി വന്നിട്ടുള്ള അത്തരമൊരു സന്ദർഭം ശ്രീ കെ പി രാമനുണ്ണിക്കും ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത്. അറച്ചു നിൽക്കൽ അതിപ്പോൾ പലപ്പോഴും പല എഴുത്തുകാർക്കും ചില സമയത്ത് അവരെ ഒരു ഡിപ്രസീവായിട്ടുള്ള മൂഡിലേക്ക് പോകും, അന്ന് എഴുതുകയില്ല. ചില എഴുത്തുകാർക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് വരാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. കാരണം ഈ അറച്ചു നിൽക്കലും അതിൻ്റെ വിഷമങ്ങളൊക്കെ അന്നത്തെ ആ കറുത്ത കാലഘട്ടത്തോടു കൂടി അസ്തമിച്ചുകൊണ്ടാണ് തോന്നുന്നു. എഴുത്തിലൊന്നും എനിക്കിങ്ങനെ അറച്ചു നിൽക്കാനോ ഒരു റൈറ്റേഴ്സ് ബ്ലോക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പല കാര്യങ്ങളിലും ഇടപെടുകൊണ്ട്, ഇപ്പോൾ ട്രേഡ് യൂണിയനിൽ അന്ന് ഇടപെട്ടിരുന്നു. ഇപ്പോഴാണെങ്കിൽ പല സാഹിത്യ സ്ഥാപനങ്ങളായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ സമയം കിട്ടാത്ത പ്രശ്നം കൊണ്ട് എഴുത്തിനെ ബാധിക്കുന്നു, അല്ലാതെ ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് കൊണ്ടോ അറച്ചു നിൽക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. എഴുത്തിൻ്റെ ലോകത്തേക്ക് വരുമ്പോൾ സാധാരണ ജീവിതത്തിൽ എന്നെ പെരുമാറുന്നവരൊക്കെ പറയാറുണ്ട് ഞാൻ വളരെ സോഫ്റ്റാണ്. പക്ഷേ എഴുത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് സംശയങ്ങളില്ല. എൻ്റെ നിലപാടിലൊക്കെ നിർഭയമായിട്ട്, ഇപ്പോൾ ലൈംഗികതയുടെ കാര്യങ്ങളാണെങ്കിലും അഭിപ്രായങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും നിർഭയത്വത്തോടുകൂടി ഒന്നിനോടും അറച്ചു നിൽക്കാത്ത ഒരു സമീപനമാണ് എഴുത്തിലേക്കുള്ളത്. എന്നാൽ ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ വിധിവിഹിതങ്ങളെ പറ്റിയിട്ടൊക്കെ ചില സന്ദിഗ്ധതകളും പ്രശ്നങ്ങളും ഒക്കെ എനിക്കുണ്ട്. എന്നാലും ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള ഒരു സത്യത്തെ ബാധിച്ചിട്ടില്ല. കാരണം ഒരു സത്യത്തെ, ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സത്യത്തെ രൂപീകരിക്കാനുള്ള പരിശ്രമമാവുകൊണ്ട് അതിനുള്ളൊരു പരിശ്രമമാണ് എൻ്റെ എഴുത്ത്. സത്യമുണ്ടോ, ഏതാണ് സത്യം എന്നതിനെപ്പറ്റി വേവലാതിപ്പെടാതെ ഞാൻ ഇച്ഛിക്കുന്ന ഒരു സത്യത്തെ, ഒരു നന്മയുടെ സത്യത്തെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനമായിട്ടാണ് ഞാൻ എഴുത്തിനെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് സന്ദിഗ്ധതയോടുകൂടി അറച്ചു നിൽക്കാൻ സാധിക്കാറില്ല എന്നതാണ് സത്യം. നോവലിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൻ്റെ പുസ്തകവും ദൈവത്തിൻ്റെ പുസ്തകവും തമ്മിൽ താത്വികമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ സമാനതകളോ ഉണ്ടോ? ശരിക്കും എൻ്റെ നോവലുകളൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം ഒരു വികാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തുടർച്ചയുടെ അടയാളങ്ങൾ കാണാവുന്നതാണ്. സൂഫി പറഞ്ഞ കഥയിലാണെങ്കിൽ സത്യത്തിൽ എൻ്റെ നാടിൻ്റെ കഥയാണ്. അതിൽ ആരും മന്യരല്ല എന്നൊരു തത്വമാണ് ഇതിൽ കൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ വ്യത്യസ്ത മതസ്ഥരാണെങ്കിലും ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്ത മതങ്ങളിൽപ്പെടുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ എല്ലാവരുടെയും സംസ്കാരം ഒന്നാണ്. എല്ലാവരും ഈ മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്നവരാണ്. അതുകൊണ്ട് ആർക്കും ആരെയും അന്യരാക്കാൻ അവകാശമില്ല എന്നൊരു തത്വമാണ് ഇതിൽ കൂടെ വരുന്നത്. ഇവിടുത്തെ മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും നമ്മുടെ നാടിൻ്റെ സംസ്കാരം ഇതിലെല്ലാം ഉണ്ട്. പോർച്ചുഗീസുകാർ ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ വീണ്ടും മാമോദീസ മുക്കണമെന്ന് അവർക്ക് സംശയമായിരുന്നു. കാരണം കേരളീയമായ പല സംസ്കാരങ്ങളും അവർ സ്വാംശീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇസ്ലാം വന്ന സമയത്ത് ഇവിടുത്തെ മരുമക്കത്തായ എല്ലാം അവർ സ്വാംശീകരിച്ചു. വന്നവരിൽ നിന്ന് പലതും ഇവിടെ ഉള്ളവരും സ്വാംശീകരിച്ചു. ഇങ്ങനെ ഒന്നും കലർപ്പില്ലാത്തതായി ഒന്നുമില്ല. മാത്രമല്ല ഇസ്ലാമികമായിട്ടുള്ള തത്വപ്രകാരമൊക്കെ ആണെങ്കിൽ എല്ലാ നാടിൻ്റെയും ആചാര അനുഷ്ഠാനങ്ങൾ, ഒരു നാടിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ മുഴുവൻ ദൈവതത്വമായി സ്വീകരിക്കാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ മതത്തിൻ്റെ മൗലികമായ തത്വങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കലഹിക്കേണ്ടതായിട്ടോ യുദ്ധം വെട്ടേണ്ടതായിട്ടോ ഒരു കാര്യവുമില്ല. ഈ ഒരു ദർശനമാണ് സൂഫി പറഞ്ഞ കഥയിൽ വരുന്നത്. ചരമവാർഷികത്തിലാണെങ്കിൽ ഈ പുതിയ നാഗരികതയുണ്ടല്ലോ, ഈ യന്ത്രവൽകൃതമായ സമൂഹം എങ്ങനെ നമ്മളെ കർമ്മത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും മന്യവൽക്കരിക്കുന്നു. അതിൽ ദാമോദരൻ നാടുവിട്ടു പോയവനാണ്. നാടുവിട്ടു പോയി അയാൾക്ക് ഭീകരമായിട്ടുള്ള ഒരു ഫാക്ടറി ജോലി എടുക്കേണ്ടി വന്നു. ഒടുക്കം അയാൾക്ക് മനസ്സിലാക്കുകയാണ് താൻ നാട് വിട്ടു പോയി വരുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് വീണ് താൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, പിന്നെയുള്ള ജീവിതമൊന്നും ശരിയായ ജീവിതമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അയാളുടെ ആത്മസുഹൃത്തായിട്ടുള്ള ഇസ്മയിലിനെ കണ്ടെത്തുന്ന സമയത്താണ് അയാൾക്ക് ജീവിതത്തിൻ്റെ ഓർമ്മകൾ തിരിച്ചെത്തുന്നത്. അപ്പോൾ അങ്ങനെ ആധുനിക നാഗരികതയുടെ പ്രശ്നങ്ങൾ ചരമവാർഷികത്തിൽ വരുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഇതിൽ നിന്ന് എങ്ങനെയാണ് വിമോചനം? ചരമവാർഷികത്തിലേക്ക് വിമോചനത്തെപ്പറ്റിയൊന്നും പറയുന്നില്ല. ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ വിമോചനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതിനെ പരിഷ്കരിക്കാനൊന്നും പറ്റില്ല. നമുക്കിതിനെ അങ്ങ് മറന്നു കളഞ്ഞിട്ട് നമുക്കൊരു ബദൽ ജീവിതം തുടങ്ങാമെന്നാണ് ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പം മറ്റേൻ്റെ ഒരു തുടർച്ചയുണ്ട്. ദൈവത്തിൻ്റെ പുസ്തകത്തിലാണെങ്കിൽ അതിലുപരിയായി എന്തുകൊണ്ട് മനുഷ്യകുലം ഇങ്ങനെ ഒരു കെട്ടകാലത്ത് എത്തുന്നു, ഇത്ര സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള മനുഷ്യർ എന്തുകൊണ്ട് ഈ ഭൂലോകത്തെ നരകതുല്യമാക്കി എന്ന ഒരു ചരിത്ര വിചാരണ നടത്തിക്കൊണ്ട് മനുഷ്യനെ വിമോചനത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ഒരു ബന്ധമുണ്ട്. കാരണം സാധാരണ പറയാറുണ്ട് ഏതൊരു എഴുത്തുകാരനും മൗലികമായ വീക്ഷണങ്ങളിൽ വലിയ വ്യത്യാസം വരില്ല. അതിൻ്റെ വ്യത്യസ്തമായ ആവിഷ്കാരങ്ങൾ വരുമെങ്കിലും അടിസ്ഥാനപരമായ മൗലിക വീക്ഷണങ്ങൾ ഒരേപോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് അതെനിക്ക് പലപ്പോഴും ബോധ്യമായിട്ട് തോന്നാറുണ്ട്. പിന്നെ അങ്ങ് മനസ്സ് തുറന്ന് അങ്ങയുടെ ഒരു പ്രസ്താവന ഉള്ളൊരു പ്രസ്താവന ഏറെ രസകരമാണ്. അത് പറയുന്നത് പഠനം പഞ്ചസാര പായസമാണെങ്കിൽ അധ്യാപനം അതിലും ഗംഭീരമായ പാലട പ്രഥമനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അധ്യാപക ജീവിതത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ഈ അഡ്ജങ്ക്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ഇപ്പം മലയാളം സർവകലാശാലയിൽ പ്രവർത്തിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ വ്യാപരിച്ചിരിക്കുന്ന മേഖല അതാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് അതിനു മുമ്പ് ഈ അഡ്ജങ്ക്റ്റ് പ്രൊഫസർ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം, പിന്നീട് ഇതോടെ പറയണം. അതെ, ഈ അഡ്ജൻറ്റ് ഫാക്കൽറ്റി അല്ലെങ്കിൽ അഡ്ജൻറ്റ് പ്രൊഫസർ എന്നുള്ള UGCയുടെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് രീതിയാണ്. അതായത് സാധാരണ പ്രൊഫസർമാരൊക്കെ എടുക്കുമ്പോൾ അക്കാഡമിക് ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അങ്ങനെ MA വേണം, PhD വേണം, അങ്ങനെയൊക്കെയാണല്ലോ, അതിൻ്റെ പല കടമ്പകളും കടന്നിട്ടാണല്ലോ. എന്നാൽ സാധാരണ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എക്സൽ ചെയ്യുന്ന, ആ വിഷയത്തിൽ കൂടുതൽ പ്രാഗൽഭ്യമുള്ള ആൾക്കാരെ പുറത്തു നിന്നെടുക്കുക. അതിന് അക്കാഡമിക്കായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും നോക്കണ്ട. ഒരു അഡ്ജൻറ്റ് പ്രൊഫസറായിട്ട് ഒരാളെ നിയമിക്കണമെങ്കിൽ അയാൾക്ക് SSLC പാസ്സായോ എന്നും കൂടി നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റ് ചില മാനദണ്ഡങ്ങളുണ്ട്. ഏത് വിഷയത്തിലാണ് അയാളെ അധ്യാപകനാക്കി വയ്ക്കുന്നത് അല്ലെങ്കിൽ അവളെ അധ്യാപകനാക്കി വയ്ക്കുന്നത് വെച്ചാൽ ആ മണ്ഡലത്തിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എല്ലാമുള്ള സംഭാവനകൾ നൽകിയതിൻ്റെ തെളിവുകളും ഉദാഹരണങ്ങളും വേണം. അങ്ങനെയുള്ള സംഭാവനകൾ ഉള്ളവരെ മാത്രമാണ്. അതിന് സമയമില്ല, പ്രായപരിധിയുമില്ല. ഇതാണ് അഡ്ജങ്ക്റ്റ്, കൂട്ടിച്ചേർക്കുക. പുറത്തുനിന്ന് ഒരാളെ എടുത്തിട്ട് അക്കാഡമിക് സമൂഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുക. അത് അവരുടെ പ്രാഗൽഭ്യവും ഈ അക്കാഡമിക് സമൂഹത്തിലുള്ളതിൽ നിന്ന് കവിഞ്ഞു പുറത്തു നിന്നുള്ള അനുഭവമണ്ഡലങ്ങളും അതിൽ നിന്നുള്ള ജ്ഞാനവും വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോൾ മലയാള സർവകലാശാലയിൽ സാഹിത്യ രചനാ വിഭാഗത്തിലാണ് അഡ്ജൻറ്റ് ഫാക്കൽറ്റിയായിട്ട് ജോലി ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ സാഹിത്യരചന, ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് ഒരു പൂർണ്ണമായിട്ടുള്ള കോഴ്സ് ഉള്ളത് മലയാള സർവകലാശാലയിലാണ്. അതിലാണ് എന്നെ അഡ്ജൻറ്റ് ഫാക്കൽറ്റിയായിട്ട് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ നിയമിച്ചപ്പോഴോ വളരെ റിട്ടയർമെൻറ്റ് ഏജൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. വരുമ്പോഴാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്, കുറേ ആൾക്കാർക്ക് പണ്ടൊക്കെ ഉണ്ടല്ലോ, ചില ആൾക്കാർക്ക് പുരാണങ്ങളിലൊക്കെ കുറേ വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാപമോക്ഷം നൽകുമല്ലോ അവർക്ക് ജീവിതത്തിൽ അവസാനം. ഞാനിങ്ങനെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവായ ജോലിയും ബാങ്ക് ജോലിയും ഒക്കെ അതിലൊക്കെ
കടന്ന് കടന്ന് വിഷമിച്ചിട്ട് അവസാന കാലത്തൊരു ശാപമോക്ഷം പോലെയാണ് എനിക്ക് അധ്യാപകൻ്റെ ജോലി കിട്ടിയത്. അതാണ് കാരണം അധ്യാപകൻ്റെ ജോലി വന്നു നോക്കിയപ്പോഴാണ് അധ്യാപകൻ്റെ ജോലി പോലെ ഇത്ര സുകൃതമുള്ളൊരു ജോലി, ഇത്ര സർഗാത്മകതയുള്ളൊരു ജോലി, ഇത്ര മനോഹരമായൊരു കർമ്മം ലോകത്തില്ല എന്ന് വിശ്വസിക്കാനാണ്. കാരണം ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ മുഖത്തു നോക്കി നമ്മൾ അവർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ പഠിക്കുകയാണ്. അവരുടെ കണ്ണിൽ കൂടെ നമുക്ക് അവരുടെ സർഗാത്മകതയും യൗവനവും പകർന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയ ഏറ്റവും സർഗാത്മകമായൊരു ജോലിയാണ്. പഠനം പാൽപ്പായസമാണെങ്കിൽ പഠിപ്പിക്കൽ പഠനം പാൽപ്പായസമാണെങ്കിൽ അതിനേക്കാട്ടിലും വലിയ ഗംഭീരമായിട്ടുള്ള പാലടപ്രഥമനാണ് ശരിക്കും അധ്യാപനം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം അതിൽ ഞാൻ ഏറ്റവും രസിക്കുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ ജീവിതത്തിൽ ഏറ്റവും സുഖമുള്ള ഒരു കാര്യം കുട്ടികളെ പഠിപ്പിക്കലും അവരുമായിട്ടുള്ള സഹവാസവുമാണ്. ആ പ്രയോഗത്തിൻ്റെ ഒരു രസകരമായിട്ടുള്ള സംഗതി കൊണ്ടാണ് ഞാനത് ചോദിച്ചത്. പിന്നെ മറ്റൊന്നുള്ളത്, മലയാള ഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടി നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അതെ, ശ്രേഷ്ഠ ഭാഷയെക്കുറിച്ച് ഏറെ പലയിടത്തും പ്രസംഗിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മളിപ്പോൾ ടെലിവിഷൻ കാണുമ്പോൾ ചില വാക്കുകളൊക്കെ ഉച്ചരിക്കുന്നത് കാണുമ്പോൾ ഒരു ആത്മനിന്ദ തോന്നുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, വിദ്യാർത്ഥി സമരങ്ങൾ, അധ്യാപക കൂട്ടായ്മ, മധ്യ കേരളത്തിൽ മഴ പെയ്യും നാളെ, ഭാഷാ വിദഗ്ധൻ, ഭൂമി, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നു. ചില ചാനലുകളിലെ അവതാരകർ ഇത് പറയുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ. മലയാള ഭാഷയെ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ ഒരു പ്രവണതയെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും പിന്നെ ചാനലുകളിലൊക്കെ വികലമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നത് വളരെ വിനാശകരമായ കാര്യം തന്നെയാണ്. നമ്മുടെ ഭാഷയുടെ മനോഹാരിത്വം എല്ലാം നഷ്ടപ്പെടുത്തും. മാത്രമല്ല പലരും ഇത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഫാഷനാന്നുള്ള നിലയ്ക്കും കൂടിയാണ് പലരും ചെയ്യുന്നത്. ഒരു തലമുറയെ കൂടെ അതെ, അതാണ്. രണ്ട് തരത്തിലുണ്ട്. ചിലവർ ഇത് വിവരക്കടകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ചിലവരിങ്ങനെ വികൃതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാഷനാണ്. കാരണം മലയാളം അറിയാത്തൊരു മലയാളം പറയുന്ന മാതിരി ഉപയോഗിക്കുന്നവരൊക്കെ. ഇതെല്ലാം ഭാഷയോട് ചെയ്യുന്ന ഒരു കടുങ്കൈ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഇത് നമ്മൾ പറയുമ്പോഴും പിന്നെ ചില പ്രാദേശികമായിട്ടുള്ള ഭാഷാഭേദങ്ങളുണ്ട്. ഒരു മാനക ഭാഷ പോലെയല്ല പ്രാദേശികമായിട്ട് അച്ചടി ഭാഷയെല്ലാം നമ്മൾ ഉപയോഗിക്കുക. അതിൻ്റെ മനോഹാരിത്വം നമുക്ക് നഷ്ടപ്പെടുത്താനും സാധിക്കുകയില്ല. എന്നാൽ ഒരു പിന്നെ പൊതുവായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് ദൈക്ഷണിക മണ്ഡലത്തിലും മറ്റ് വ്യവഹാര മണ്ഡലത്തിലും ഭരണഭാഷയിലും ഒക്കെ അനിവാര്യമാണ്. കാരണം കേരളം മലയാളം സംസാരിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന. എന്നാൽ സാഹിത്യകൃതികളിലൊക്കെ വടക്കൻ ഭാഷ വരും, തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഷ വരും. അതൊക്കെ ഒരു മനോഹാരിത്വമുണ്ട്. ഡയലക്ട്സിൻ്റെ വ്യത്യാസം ഇതല്ല. ഇത് രണ്ടും വ്യത്യസ്തതയോടുകൂടി നമ്മൾ കാണും. കാര്യം ഈ അധ്യാപകൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന് പറയുന്നതൊക്കെ ബേസിക് ആയിട്ടുള്ള മലയാളം അല്ല പ്രശ്നങ്ങളാണ്. അതെ, അത് തെറ്റായി ഉച്ചരിക്കുന്നത് ഇത് കേൾക്കുന്ന മലയാളത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ തലമുറയെ തന്നെ നശിപ്പിക്കുകയാണ്. അതിന് ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ക്രിയാത്മകമായിട്ട് നമുക്ക് പിന്നെ നന്നായിട്ട് ഭാഷ പഠിപ്പിക്കുക എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല ചാനലുകാരൊക്കെ ഇങ്ങനെ വികൃതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവരെ നേരിട്ട് വിളിച്ചു പോവുകയും ഭാഷാപ്രവർത്തകർ അവിടെ ചെന്നിട്ട് നിങ്ങളിത് തിരുത്തണം അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ചാനൽ കാണില്ല എന്നുള്ള ലെവലിലടക്കം ഒരു ആക്ടിവിസം നമുക്ക് വേണം. ആ ഒരു ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ടാണ് മലയാള ബില്ലിന് വേണ്ടിയിട്ട് ഞാൻ നിരാഹാരം ഞാൻ പ്രവർത്തിക്കാറുണ്ട്. കാരണം മലയാള ഭാഷയ്ക്ക് വേണ്ടി ആദ്യം നിരാഹാരം കടന്ന എഴുത്തുകാരനാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ബോധ്യത്തിൻ്റെ പേരിലും കൂടിയാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. കാരണം മലയാള ഭാഷയോടുള്ള ഒരു നോസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു ഗ്രഹാതുരമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമല്ല, ഭാഷാരംഗത്ത് നടക്കുന്ന പല ഗവേഷണങ്ങളും പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാതൃഭാഷയിൽ കൂടെയാണ് ഏതൊരു വിഷയവും നമുക്ക് ഏറ്റവും സർഗാത്മകമായി ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇന്ന് പുതിയ ഭാഷാശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സൈക്കോളജിസ്റ്റുകളും ന്യൂറോളജിസ്റ്റുകളും കൂടി മാതൃഭാഷയ്ക്കുള്ള പ്രാധാന്യം ഉയർത്തിപ്പറയുകയാണ്. ഈ സമയത്ത് നമ്മൾ മലയാളികൾ മലയാള ഭാഷയെ
നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഷയാണ് മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഭാഷയാണെന്ന് മനസ്സിലാക്കണം. 51 അക്ഷരാളിയാണ്. 51 അക്ഷരങ്ങളുടെ ഭാഷ ലോകത്ത് ഇല്ല എന്ന് തന്നെ പറയാം. ഈ 51 അക്ഷരങ്ങൾ ഉച്ചരിക്കാനുള്ള ശക്തി കൊണ്ടാണ് മലയാളിക്ക് മറ്റേതൊരു വിദേശ ഭാഷ പഠിച്ചാലും എളുപ്പത്തിലത് പഠിക്കാനും, ജപ്പാനീസ് പഠിച്ചാൽ ജപ്പാൻകാരനായിട്ട് നന്നായിട്ട് ജപ്പാൻകാരനും കൂടി മനസ്സിലാവാത്ത രീതിയിൽ ജപ്പാൻകാരനെക്കാട്ടിലും നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ മലയാള ഭാഷയുടെ ശക്തി കൊണ്ടാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ബാങ്ക് ബാലൻസും റിയൽ എസ്റ്റേറ്റും ഒക്കെ കൊടുക്കുന്നേക്കാൾ വലിയ സമ്പത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ മാതൃഭാഷയാണ്. അപ്പോൾ ഈ മാതൃഭാഷയെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ്. അത് പുതിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ വെളിച്ചത്തിൽ കൂടിയാണ്. എനിക്കല്ലാതെ മാതൃഭാഷയോടുള്ളൊരു ഗ്രഹാതുരമായിട്ടുള്ളൊരു സ്നേഹം കൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ ശാസ്ത്രീയ വശവും കൂടിയും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ മാതൃഭാഷാ പ്രവർത്തകനായി മാറിയിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കാറുള്ളത്, ഞാൻ ഇവിടെ വരണമെങ്കിൽ മലയാളം പറഞ്ഞാൽ മൊട്ടടിക്കുന്ന സ്കൂളാണെങ്കിൽ നിങ്ങളെ പടി ഞാൻ കടക്കുകയില്ല. കാരണം അങ്ങനെ ഉണ്ടോ? ഇപ്പം അതൊക്കെ കുറേ മാറിയിരിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണെങ്കിലും മലയാളത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിൽക്കക്കള്ളിയില്ല എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. പക്ഷേ ഞാൻ അവരോട് ഇപ്പോഴും ചെന്ന് പറയാറുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് ഈ മീഡിയം മാറ്റണം. ഇംഗ്ലീഷ് മീഡിയം എന്ന് മാറ്റി നിങ്ങൾ ബെസ്റ്റ് ഇംഗ്ലീഷ് സ്കൂളുകളാക്കി മാറ്റൂ. നമുക്ക് ഇംഗ്ലീഷിനോടൊരു വിരോധമില്ല. പക്ഷേ മീഡിയം ഏതൊരു വിഷയവും മാതൃഭാഷ എന്ന മീഡിയത്തിൽ കൂടെ പഠിക്കുമ്പോഴാണ് സർഗാത്മകമായിട്ടത് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇംഗ്ലീഷ് കുട്ടികളപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് പിന്നെ 1ാം ക്ലാസ് മുതൽക്ക് കുട്ടികൾ പച്ചവെള്ളമാതിരി ഇംഗ്ലീഷ് പറയണമെന്നാണല്ലോ ആഗ്രഹം. ഒരു പ്രശ്നവുമില്ല. UR അനന്തമൂർത്തി പറഞ്ഞ മാതിരി കുട്ടികളെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. 1ാം ക്ലാസ് മുതൽക്ക് തന്നെ ഒരു വിഷയമായിട്ട് അവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ 2ാം ക്ലാസ് മുതൽക്ക് നമുക്ക് മലയാളം പറയുന്ന മാതിരി കുട്ടികൾ ഇംഗ്ലീഷും പറയട്ടെ. മലയാള ഭാഷയുടെ സവിശേഷത തന്നെ ഒരു ഭാഷയോടും നമുക്ക് അയിത്തല്ല എന്നുള്ളതാണ്. നമ്മളുടെ മലയാളത്തിൻ്റെ സംസ്കാരം തന്നെ എല്ലാ ഭാഷയും പഠിക്കുന്നതിന് അനുകൂലമാണ്. പക്ഷേ നമ്മുടെ ഭാഷയെ ഇല്ലാതാക്കി കൊണ്ടുപോയി ചെയ്യരുത്. അതുകൊണ്ട് മീഡിയം നമ്മൾ മാറ്റുക തന്നെ വേണം. മാതൃഭാഷയിലായിരിക്കണം മീഡിയം. ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് വിദൂരമല്ലാത്ത ഭാവിയിൽ ബെസ്റ്റ് ഇംഗ്ലീഷ് സ്കൂളുകളാക്കി മാറണമെന്നാണ് എനിക്ക് ആഗ്രഹം. അങ്ങയുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ കഥാസമാഹാരമാണ് ഇടശ്ശേരിക്കാർ എന്ന കഥ. അതിൻ്റെ ആ കഥ ഉൾപ്പെടുന്ന കഥാസമാഹാരം 50കളിലെ പഴയ കാറിനെ 2025 ഓടിക്കുന്നതിലൂടെ അങ്ങ് ലക്ഷ്യം വെച്ചത് എന്താണ്? ഇത് ചോദിക്കാൻ കാര്യം, ഈ ആധുനികതയുടെ ഈ മുഹൂർത്തത്തിൽ പഴമയെ ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിൽ അതിനെ കണ്ടിട്ടുണ്ടാവാം. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? പഴമ എന്നുള്ളതല്ല, 1950കളിലും മറ്റുമുണ്ടായിരുന്ന ഒരു നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റമുണ്ടല്ലോ. ആ നവോത്ഥാന മൂല്യങ്ങളെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാലം 1940കൾ 50കൾ ദേശീയ പ്രസ്ഥാനം, പുരോഗമന പ്രസ്ഥാനം, ഈ കാലത്തെല്ലാം ഉണ്ടായിരുന്ന നവോത്ഥാന മൂല്യങ്ങളെ പുതിയ കാലത്തേക്ക് സ്വാംശീകരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ എടശ്ശേരി കാറ് എന്ന് പറയുന്ന 1950ലുള്ള എടശ്ശേരി പണ്ട് ഉപയോഗിച്ചിരുന്ന കാറ് പിന്നെ അത് റിപ്പയർ ചെയ്ത് ഈ കാലത്ത് ഓടിക്കുന്ന സമയത്ത് ശരിക്കും എടശ്ശേരിയുടെ ചില മൂല്യങ്ങളെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. എടശ്ശേരിയുടെ കൊച്ചുമകനാണ് ഈ കാറ് തൻ്റെ പിന്നെ മുത്തശ്ശൻ ഉപയോഗിച്ചിരുന്ന കാറ് പഴയ ഗോഡൗണിൽ പോയി കൊണ്ടുവന്ന് റിപ്പയർ ചെയ്തിട്ട് ഓടിക്കുന്ന സമയത്ത് ആ കാറ് മുത്തശ്ശൻ്റെ പോലെ തന്നെ പല കാര്യങ്ങളും ഈ ചെറുമകനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നവോത്ഥാന കാലത്തുണ്ടായിരുന്ന പല ആശയങ്ങൾക്കും മൂല്യങ്ങൾക്കും ഇന്നത്തെ കെട്ട കാലത്തെ മാറ്റിയെടുക്കാൻ ശേഷിയുണ്ട് എന്ന കാര്യമാണ് എടശ്ശേരിക്കാരിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു കഥ ആയുഷ്മാൻ ഭവ. അതെ, അത് ഈ ഒരു ദളിത് പക്ഷ രചനയായിട്ടാണ് അതിനെ കാണുന്നത്. കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയെ അവലംബിച്ച് അതിനെ ബന്ധപ്പെടുത്തിയാണല്ലോ ആ കഥ. അതേക്കുറിച്ചൊന്ന് ഇതിൽ ആയുഷ്മാൻ ഭവ എന്ന കഥയിൽ പിന്നെ സബിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
നമ്പൂതിരി സ്ത്രീയും പിന്നെ പുനിത് കുമാർ എന്ന് പറഞ്ഞൊരു ദളിത് ചെറുപ്പക്കാരനും തമ്മിൽ, രണ്ടുപേരും വലിയ ശാസ്ത്രജ്ഞന്മാരാണ്. അവർ തമ്മിലുള്ള സ്നേഹബന്ധമാണ്. അപ്പോൾ ഈ പുനിത് കുമാറിൻ്റെ ഗോത്രം ഒരു ആദിവാസി വിഭാഗമാണ്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആയുസ് കുറഞ്ഞിട്ടുള്ളവരാണ്. കാരണം അവർ സാമൂഹ്യമായ കാരണങ്ങളാൽ പോഷകങ്ങളില്ലാത്തതുകൊണ്ട് ഏറ്റവും ആയുസ് കുറഞ്ഞിട്ടുള്ള ഒരു വർഗമാണ്. അപ്പോൾ ആ വർഗത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളെല്ലാം സബിത ഭട്ടതിരിപ്പാട് മനസ്സിലാക്കുന്ന സമയത്ത് പിന്നെ തന്നിൻ്റെ പൂർവികരിൽപ്പെട്ടവരായിരുന്നു ദുരവസ്ഥയില്ല സാവിത്രി. അപ്പോൾ സാവിത്രി ചാത്തൻ്റെ പിന്നെ ഗർഭം സ്വീകരിക്കുകയുണ്ടായിട്ടില്ല. ചാത്തനും സാവിത്രിയും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ സാവിത്രി പിന്നെ തൻ്റെ ശരീരം ചാത്തന് നിവേദിക്കുമ്പോൾ ചാത്തൻ ബലം പിടിച്ച് കിടക്കുകയാണ്. ഒരു സവർണ സ്ത്രീയെ തൊടാനും ശാരീരികമായി പുണരാനുമുള്ള ധൈര്യമില്ല. എന്നാൽ ആ ധൈര്യം പകർന്നുകൊണ്ട് ചാത്തൻ്റെ ആ വിത്തിനെ തൻ്റെ ശരീരത്തിൽ മുളപ്പിക്കാൻ തൻ്റെ മുതുമുത്തശ്ശിയാകുമായിരുന്ന സാവിത്രി അന്തർജനത്തിന് സാധിക്കാതെ വന്നു. ആ ചരിത്രപരമായിട്ടുള്ള പോരായ്മ താനിതാ നികത്തുന്നു എന്നറിഞ്ഞിട്ടാണ് സബിത പുനീത് കുമാറിൽ നിന്ന് ഗർഭം ധരിച്ചിട്ട് ഇങ്ങനെ ആയുസ്സില്ലാത്ത ഈ വർഗത്തിൻ്റെ ആ വിത്തിനെ ആയുസ്സോടുകൂടി സംരക്ഷിക്കാൻ വേണ്ടി അത് ആയുഷ്മാൻ ഭവ. അപ്പോൾ ഒരു ദളിത് കാഴ്ചപ്പാടിലുള്ള പിന്നെ സവർണ, ശരിക്ക് ദളിതനും സ്ത്രീയും ഒരേ മാതിരിയാണ്. ദളിതൻ ജാതി കൊണ്ട് കീഴാളനാണെങ്കിൽ ലിംഗം കൊണ്ട് സ്ത്രീ കീഴാളയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഐക്യം അനിവാര്യമാണ്. അതാണല്ലോ ദുരവസ്ഥയിൽ വളരെ വിസ്ഫോടകമായിട്ട് വരുന്നത്. ആ ഐക്യം വീണ്ടും ആവർത്തിക്കുകയും ആ ഐക്യം പുരുഷഭേദാധിപത്യത്തിനും സവർണതയ്ക്കും എതിരെ കലഹമുയർത്തുകയും പുതിയ ഒരു പിന്നെ വിമോചനത്തിൻ്റെ മാർഗം തെളിയിക്കാനുള്ള പ്രയത്നം നടത്തുകയും ചെയ്യുന്നതാണ് ആയുഷ്മാൻ ഭവ എന്ന കഥ. ഒരു എയർ ഹോസ്റ്റസിൻ്റെ ജീവിതം ആവിഷ്കരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ കഥയാണ് ഇവാക്വേറ്റ് എന്ന് അങ്ങ് ഈ കഥാസമാഹാരത്തിലുള്ള കഥ. മനുഷ്യകുലം ഭൂമി ഒഴിഞ്ഞു പോകണം എന്ന സന്ദേശമാണോ അതെന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഇവാക്വേറ്റ് എന്നൊരു കഥ ഉണ്ടല്ലോ, ആ കഥ എയർ ഹോസ്റ്റസ്മാരെ പറ്റിയിട്ടുള്ള ആദ്യത്തെ കഥയാണെന്നുള്ളത് ശരിയാണ്. അതിലുപരിയായിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, ഭൂമിയെ മനുഷ്യൻ നശിപ്പിക്കുന്നതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഈ കഥയിൽ അടങ്ങിയിട്ടുണ്ട്. ബ്രൂണോ ലാത്തൂരിൻ്റെ ഹ്യൂമൻ ഷുഡ് ഇവാക്വേറ്റ് ദി ഗ്ലോബ് എന്ന ഒരു കൃതി ഉണ്ട് എന്ന സങ്കല്പത്തിലാണ്. അങ്ങനെ ഒരു കൃതി എഴുതിയിട്ടില്ല, ബ്രൂണോ ലാത്തൂർ എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു സാങ്കല്പികമായ കൃതിയെയും കൂടിയും ആസ്പദമാക്കിയിട്ടാണ് ഈ കഥ പുരോഗമിക്കുന്നത്. അതായത് മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ബഹിഷ്കൃതനായി പോകണം. കാരണം ഈ ഭൂമിയെ നശിപ്പിക്കുന്നത് മനുഷ്യനാണ്. എന്നാലേ മറ്റ് ജീവജാലങ്ങൾക്കെങ്കിലും ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇവാക്വേറ്റ്, മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ഇവാക്വേറ്റ് ചെയ്ത് പോകണം എന്ന് പറയുന്നത് സത്യത്തിൽ മനുഷ്യൻ ഭൂമി വിട്ടു പോകണം എന്ന ഒരു ക്രൂരമായിട്ടുള്ള ആഹ്വാനമല്ല. മനുഷ്യൻ ഭൂമിയോടും പ്രകൃതിയോടും ചെയ്യുന്ന ക്രൂരതകൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്ന അവബോധമുണ്ടാക്കുന്ന ഒരു കൃതി കൂടിയാണ് ഇവാക്വേറ്റ് എന്നുള്ളത്. പലപ്പോഴും ശാസ്ത്രീയ വിഷയങ്ങൾ, പണ്ട് എനിക്ക് പഠിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞോന്ന് ഓർമ്മയില്ല, എനിക്ക് എഴുത്തുകാരനാകാനായിരുന്നില്ല ആഗ്രഹം. ഒരു ശാസ്ത്രജ്ഞനും ഡോക്ടറും ആകാനുമായിരുന്നു ആഗ്രഹം. പക്ഷെ അതൊക്കെ പഠിപ്പെല്ലാം മുടങ്ങി ഒരു ആക്സിഡൻറ്റ് പോലെയാണ് ഞാൻ എഴുത്തുകാരനായി മാറിയത്. പക്ഷെ ഇപ്പോഴും എനിക്ക് ശാസ്ത്രത്തോട് വലിയ ഒരു സ്നേഹവും പ്രണയവുമുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര വിഷയങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ക്രുക്സിലൊക്കെ ഉള്ള പോലെ തന്നെ ശാസ്ത്ര വിഷയങ്ങൾ കഥകളിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രവണത എന്നിലുണ്ട്. ഇവാക്വേറ്റ് എന്നുള്ള കഥയിലും ശാസ്ത്ര വിഷയങ്ങൾ ധാരാളം വരുന്നുണ്ട്. അടുത്ത കാലത്ത് ഞാൻ എഴുതിയിരുന്ന ഉറൂബ് എന്ന ആംബുലൻസ് ഡ്രൈവർ എന്ന ഒരു കഥയുണ്ട്. അതിൽ പിന്നെ ഇൻകാർണേഷൻ ടെക്നോളജി 60 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആനുകാലികമായിട്ട് ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്നത്, പലപ്പോഴും നമ്മൾ
പറയാറുണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലുമെല്ലാം രാഷ്ട്രീയമുണ്ട് എന്ന്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ അതിനേക്കാൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും എല്ലാം ശാസ്ത്രമാണ് കൂടുതലായിട്ടുള്ളത്. അത്രയ്ക്ക് ശാസ്ത്രത്തിന് പ്രാമുഖ്യമുള്ളൊരു കാലത്താണ്. ഇപ്പോൾ AI ഒക്കെ വന്നു കഴിഞ്ഞ സമയത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ശാസ്ത്രമണ്ഡലത്തിൽ നിന്ന്. മനുഷ്യൻ്റെ ഭാഗധേയത്തെ തന്നെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിൽ വിശേഷിച്ചും ശാസ്ത്രത്തിൻ്റെ സാന്നിധ്യമില്ല എന്നൊരു വിശ്വാസം എനിക്കുള്ളത്. അപ്പം എന്നെക്കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടില്ല. എന്നാലും ഞാൻ കഴിവതും, പല നിരൂപകരും വിലയിരുത്തിയിട്ടുണ്ട്, ശാസ്ത്ര വിഷയങ്ങൾ മലയാള കഥയിൽ കൊണ്ടുവരുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരിൽ ഒരാളാണ് ഞാനെന്നുള്ളത്. അപ്പം ഈ ഒരു പരിശ്രമവും എൻ്റെ ഇടശ്ശേരിക്കാറ് എന്ന കഥാസമാഹാരത്തിൽ കണ്ടെത്താൻ സാധിക്കും. എഴുത്തിനൊപ്പം നിൽക്കുന്ന കുടുംബത്തെക്കുറിച്ച്? എൻ്റെ ജീവിത പങ്കാളി രാജിയാണ്. രാജി വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് ഒരു മകളാണുള്ളത്, ശ്രീദേവി. ശ്രീദേവി എൻജിനീയറായിട്ട് സിംഗപ്പൂർ ജോലി ചെയ്യുന്നു. ശ്രീദേവിയുടെ ഭർത്താവ് എൻ്റെ മരുമകൻ ശ്രീജിത്താണ്. അവർക്ക് 2 കുട്ടികളാണുള്ളത്, ഹരിനാരായണനും ജാനകിയും. ജാനകി എന്നുള്ള പേര് എൻ്റെ അമ്മയുടെ പേര് കൂടിയാണ്. അവർ സിംഗപ്പൂർ ജീവിക്കുന്നു. അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല, PR ആണ്. ഇടയ്ക്കൊക്കെ നാട്ടിൽ വരും, ഞങ്ങളിടയ്ക്ക് അവിടെ പോയി നിൽക്കും ചെയ്യും. ഒരു കൗതുകത്തിന് വേണ്ടി ഒന്ന് അതിനെ സംബന്ധിച്ച് ചോദിക്കാം. ഈ എഴുത്തുകാരുടെ മിക്ക പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരുടെയും മക്കൾ അവരുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് എഴുതിയിട്ടുള്ള ഈ പുസ്തകങ്ങളിലൂടെ അങ്ങനെ വളരെയൊന്നും കടന്ന്, പ്രത്യേകിച്ച് ആധുനിക കാലത്ത് അത് വളരെ കോമൺ ആണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടോ? അതോ മക്കൾ എഴുത്തിൻ്റെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ വായന മുഴുവൻ നടത്തുന്നുണ്ടോ? എൻ്റെ കുടുംബം പറയുകയാണെങ്കിൽ രാജി മലയാളം BA പഠിച്ചിട്ടുള്ള ആളാണ്, മലയാളം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ രാജിക്കും സാഹിത്യത്തിൽ എഴുത്തുമൊന്നുമില്ലെങ്കിലും സാഹിത്യത്തിനോടും എൻ്റെ ഈ എഴുത്ത് ജീവിതത്തിനോട് വലിയ പ്രതിപത്തിയാണുള്ളത്. അതിലെപ്പോഴും എനിക്ക് പിന്തുണയും പ്രോത്സാഹനവുമാണ് നൽകാറുള്ളത്. എൻ്റെ മോള് പഠിക്കുന്ന കാലത്ത് എൻജിനീയർ ആവാൻ വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമ്പമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കെൻ്റെ ഉള്ളിൽ മാനവിക വിഷയങ്ങൾക്ക് വിടണം എന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികളുടെ ഇഷ്ടത്തിന് വിടുകയല്ലേ വേണ്ടത്. അപ്പം അങ്ങനെ എൻജിനീയറായി അവൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലും ഇപ്പോഴും ഇംഗ്ലീഷ് കവിതകളൊക്കെ എഴുതാറുണ്ട്, ഇംഗ്ലീഷ്. അപ്പം അതിനോടൊരു താല്പര്യം സൂക്ഷിക്കുന്നുണ്ട്, ഇങ്ങനെ ദാർശനികമായിട്ടുള്ള കാര്യങ്ങളിലും സാഹിത്യത്തിലും ഒക്കെ. പക്ഷേ അതൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ ഇന്നത്തെ അവസ്ഥയുണ്ടല്ലോ, ഈ ജോലി ഭാരവും തിരക്കും അതിലെത്രത്തോളം സാധിക്കുന്നുവെന്നുള്ള പ്രശ്നമുണ്ട്. എന്നാലും കുറേ കവിതകളെല്ലാം എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലത്തെ ജീവിതമായി. അതിൽ 50 വർഷവും മലയാളവും ഭാഷയും എഴുത്തുമായിട്ട് കഴിഞ്ഞ അങ്ങ് ജീവിതത്തിൻ്റെ പല പല സന്ദർഭങ്ങളിൽ പല പല ആളുകളെ കണ്ടിട്ടുണ്ട്, പല പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്, ജീവിതം എന്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിത പാഠം ഉണ്ടാവണം. അതെന്താണെന്നൊന്ന് പറയാമോ? ജീവിതത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പാഠം, ജീവിതം നമുക്ക് ലഭിക്കുന്നതിൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മളുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് നമുക്ക് ജീവിതം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ആ ജീവിതം നമുക്ക് ലഭിച്ച പോയിൻ്റ് മുതൽ, നമുക്ക് ബുദ്ധി ഉറച്ച മുതൽ ജീവിതത്തെ നിർമ്മിച്ചെടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത്. അങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന സമയത്ത് ഈ തുച്ഛമായ ജീവിതത്തെ തന്നെ വളരെ വിപുലമായിട്ടുള്ള, അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള, മനോഹരമായിട്ടുള്ള ഒരു പ്രതിഭാസമായി മാറ്റാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ജീവിതത്തിൻ്റെ പിറകിൽ, ഈ ഭൂമിയുടെ പിറകിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ പിറകിൽ എന്തോ ഒരു ശക്തിയുണ്ട് എന്ന വിശ്വാസം ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കും, സമ്പുഷ്ടമാക്കും, അർത്ഥഗർഭമാക്കും എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വളരെ സുദീർഘമായിരുന്നു നമ്മളുടെ ഈ സംഭാഷണം. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് അങ്ങേക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ ഇന്ന് അന്യോന്യം പങ്കുവെച്ചു. പങ്കുവെക്കൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതെ. എന്തായാലും വന്നതിനും ഇതിൽ പങ്കെടുത്തതിനും നന്ദി. നമസ്കാരം. നമസ്കാരം.